മൂന്നാം ലോകമഹായുദ്ധം ഏതായുധങ്ങൾ ഉപയോഗിച്ചായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നാലാം ലോകമഹായുദ്ധം വടികളും കല്ലുകളും ഉപയോഗിച്ചായിരിക്കും. പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അതാണ് സത്യം. അവസാനത്തെ യുദ്ധവും കഴിയുമ്പോൾ രക്തം പുരണ്ട കുറേ പൊടിപടലങ്ങൾ മാത്രം അവശേഷിക്കും. അഥവാ നിങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു യുദ്ധം നമുക്ക് കൊതിക്കാൻ പോലും ആകില്ല. കാരണം നമുക്കായി നമ്മുടെ വസ്ത്രങ്ങൾ പോലും ഉണ്ടാകണമെന്നില്ല. യുദ്ധവിജയങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമകൾ പോലും അവസാനിക്കുന്നത് യുദ്ധം വരുത്തുന്ന കെടുതികളെ പറയാതെ പറഞ്ഞുകൊണ്ടാണ്. കനൽ യൂട്യൂബ് ചാനലിലെ ഈ പരിപാടി യുദ്ധാനന്തര കാലത്തുണ്ടായ യുദ്ധ സിനിമകളെക്കുറിച്ചാണ്. സ്വാഗതം. എന്തൊക്കെ ന്യായീകരണങ്ങളുണ്ടെങ്കിലും യുദ്ധങ്ങൾ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. യുദ്ധവാഞ്ച മനുഷ്യൻ്റെ അഹങ്കാരമായി ഭൂമിയിൽ തുടരുമ്പോഴും ഒരു കമ്പിവേലിക്കരികിൽ വരയൻ കുപ്പായവും ഇട്ടിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഒരു നോവായി നമ്മുടെ മനസ്സിലുണ്ടാവും. മനുഷ്യനെതിരെ തീർത്ത വേലിക്കെട്ടുകളേക്കാൾ വലിയ ദുരന്തം വേറെയില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ ബോയ് ഇൻ ദി സ്ട്രൈപ്പഡ് പൈജാമാസ് സിനിമാ ചരിത്രത്തിൽ ഒരു മായ്ക്കാനാവാത്ത അധ്യായമായി നിലകൊള്ളുന്നു. രണ്ടാം ലോക മഹായുദ്ധവും ജൂത കൂട്ടക്കൊലകളും പ്രമേയമാക്കി ലോക സിനിമയിൽ ഒരുപാട് ചിത്രങ്ങൾ പിറന്നിട്ടുണ്ട്. ഷിൻലേഴ്സ് ലിസ്റ്റ്, ദ പിയാനിസ്റ്റ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ തുടങ്ങി മനുഷ്യക്രൂരതയുടെ ആഴം വരച്ചു കാട്ടിയ ഒട്ടേറെ മാസ്റ്റർ പീസുകൾ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകത്തെ വിറപ്പിച്ച നാസി ക്രൂരതകളെ വെറും 8 വയസ്സുള്ള 2 കുട്ടികളുടെ നിഷ്കളങ്കമായ കണ്ണുകളിലൂടെ നോക്കിക്കാണുന്ന സിനിമയാണ് 2008 പുറത്തിറങ്ങിയ ദ ബോയ് ഇൻ ദി സ്ട്രൈപ്പഡ് പൈജാമാസ്. അധികാരത്തിൻ്റെ വേലിക്കെട്ടുകൾ കൊണ്ട് വേർതിരിക്കാനാകാത്ത 2 കുഞ്ഞുങ്ങളുടെ സൗഹൃദത്തിൻ്റെ ആഴമേറിയ കഥ. ഈ സിനിമയുടെ പിറവി ഒരു നോവലിൽ നിന്നാണ്. ഐറിഷ് എഴുത്തുകാരനായ ജോൺ ബോയിൻ 2006 എഴുതിയ ഇതേ പേരിലുള്ള നോവലാണ് ചിത്രത്തിൻ്റെ ആധാരം. കേവലം 2.5 ദിവസം കൊണ്ട് എഴുതി തീർത്തതായിരുന്നു അദ്ദേഹം ഈ പുസ്തകം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വായനക്കാരെ ഈ നോവൽ കണ്ണീരിലാഴ്ത്തി. ഈ പുസ്തകത്തിൻ്റെ ദൃശ്യസാധ്യത തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് സംവിധായകനായ മാർക്ക് ഹെർമനാണ്. അദ്ദേഹം തന്നെ ചിത്രത്തിൻ്റെ തിരക്കഥയും തയ്യാറാക്കി. സിനിമയുടെ ചിത്രീകരണം പ്രധാനമായും നടന്നത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ്. ബ്രൂണോ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ 5000-ത്തിലധികം കുട്ടികളെയാണ് അവർ ഓഡിഷൻ ചെയ്തത്. അങ്ങനെ ആ കഠിനമായ തിരച്ചിലിനൊടുവിൽ അമാനുഷികമായ കണ്ണുകളുള്ള നിഷ്കളങ്കത നിറഞ്ഞ മുഖമുള്ള അസ ബട്ടർഫീൽഡ് എന്ന കുട്ടിയെ കണ്ടെത്തി. ഷമുവേൽ ആയി ജാക്ക് സ്കാനിലിനും ക്യാമറയ്ക്ക് മുന്നിലെത്തി. ഒരു 8 വയസ്സുകാരനായ ബ്രൂണോയുടെ കാഴ്ചപ്പാടിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത്. നാസി ജർമ്മനിയിലെ ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകനാണ് ബ്രൂണോ. പിതാവിന് പ്രമോഷൻ ലഭിക്കുന്നതോടെ ബെർലിനിലെ സുഖസൗകര്യങ്ങൾ നിറഞ്ഞ വീട് വിട്ട് വിജനമായ ഒരു പുതിയ സ്ഥലത്തേക്ക് അവർക്ക് താമസം മാറേണ്ടി വരുന്നു. കൂട്ടുകാരില്ലാതെ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ട ബ്രൂണോയ്ക്ക് തൻ്റെ കിടപ്പുമുറിയുടെ ജനലിലൂടെ അകലെ ഒരു ഫാം കണ്ടെത്താനാകുന്നു. അവിടെയുള്ള മനുഷ്യരെല്ലാം പലപ്പോഴും വരയൻ പൈജാമകൾ ധരിച്ചാണ് നടക്കുന്നത്. മുതിർന്നവർ വിലക്കിയിട്ടും സാഹസികത ഇഷ്ടപ്പെടുന്ന ബ്രൂണോ ഒരിക്കൽ ആ തോട്ടത്തിൻ്റെ അതിരിലേക്ക് ഒളിച്ചോടുന്നു. അവിടെ വലിയൊരു കമ്പിവേലിയുടെ അപ്പുറത്ത് തനിച്ചിരിക്കുന്ന മറ്റൊരു 8 വയസ്സുകാരനെ അവൻ കാണുന്നു, ഷമുവേൽ. ജർമ്മൻകാരനായ ബ്രൂണോയും പോളിഷ് ജൂതനായ ഷമുവേലും തമ്മിൽ ഒരു വല്ലാത്ത സൗഹൃദം ഉടലെടുക്കുകയാണ്. ആ കഥയാണ് ഈ സിനിമ പറഞ്ഞത്. അതിൻ്റെ വേദനയാണ് അഭ്രപാളികളിൽ ആളുകളെ കരയിച്ചത്. 2008 സെപ്റ്റംബർ 12-നാണ് ചിത്രം ബ്രിട്ടനിൽ റിലീസ് ചെയ്തത്. ഹോളോകോസ്റ്റിനെ ഇതിനു മുമ്പ് പല സിനിമകളിലും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിനെ ഇത്രമേൽ പിടിച്ചുലച്ച മറ്റൊരു സിനിമ ഇല്ലെന്ന് തന്നെ പറയാം. തിയേറ്ററുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാത്രമേ പ്രേക്ഷകർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിരൂപകരിൽ നിന്ന് വലിയ പ്രശംസയാണ് ചിത്രം പിടിച്ചുപറ്റിയത്. പ്രത്യേകിച്ച് ബ്രൂണോ ആയി അഭിനയിച്ച അസ ബട്ടർഫീൽഡിൻ്റെയും അമ്മയുടെ വേഷം ചെയ്ത വെര ഫാർമിഗയുടെയും പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വെര ഫാർമിഗയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ബ്രിട്ടീഷ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം അവാർഡും ലഭിച്ചു. $12.5 മില്യൺ ചിലവിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് $44 മില്യൺ കളക്ട് ചെയ്ത് വലിയൊരു സാമ്പത്തിക വിജയമായി മാറുകയും ചെയ്തു. ചലച്ചിത്ര ചരിത്രത്തിൽ ദ ബോയ് ഇൻ ദ സ്ട്രിപ്പഡ് പൈജാമാസ് ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. ചരിത്രത്തെ കുട്ടികളുടെ ദൃഷ്ടിയിലൂടെ അവതരിപ്പിച്ചപ്പോൾ അത് യുദ്ധത്തിൻ്റെ ഭീകരതയെ കൂടുതൽ തീവ്രമായി ജനങ്ങളിലേക്ക് എത്തിച്ചു. ചില ചരിത്രകാരന്മാർ സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് 8 വയസ്സുള്ള കുട്ടികൾ ക്യാമ്പിൽ ജീവനോടെ അവശേഷിക്കുന്നത് ചരിത്രവിരുദ്ധമാണെന്ന് പലരും വാദിച്ചെങ്കിലും
ഈ സിനിമ ലക്ഷ്യം വച്ചത് കേവലം ഒരു ഡോക്യുമെൻ്ററി രൂപമല്ല, മറിച്ച് ഫാസിസവും വംശീയതയും എത്രമാത്രം അന്ധമാണെന്നും അത് സ്വന്തം കുഞ്ഞുങ്ങളിലേക്ക് വരെ എങ്ങനെ ദുരന്തമായി തിരിച്ചടിച്ചുവെന്നും കാണിക്കുകയായിരുന്നു സംവിധായകൻ. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഹോളോകോസ്റ്റിനെക്കുറിച്ചും യുദ്ധവിരുദ്ധതയെക്കുറിച്ചും പഠിപ്പിക്കാൻ ഈ ചിത്രം ഒരു പാഠ്യപദ്ധതിയായി ഉപയോഗിക്കുന്നുണ്ട്. അതിരുകൾ മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്നും ആ അതിരുകൾക്കൊന്നും തളയ്ക്കാനാകാത്ത ഒന്നാണ് മനുഷ്യൻ്റെ സ്നേഹമെന്നും ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നു. ഈ സിനിമ യുദ്ധത്തിൻ്റെ ഭീകരത നേരിട്ട് കാണിക്കുന്നില്ല. പകരം ഒരു കുട്ടിക്ക് ലോകം എങ്ങനെ തോന്നുന്നുവോ അങ്ങനെ തന്നെയാണ് നമ്മെയും ആ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബ്രൂണോയ്ക്ക് ഹോളോകോസ്റ്റ് എന്ന വാക്കറിയില്ല, നാസി എന്ന ആശയം മനസ്സിലാകുന്നുമില്ല. അവന് മുന്നിൽ കാണുന്നത് ഒരു സുഹൃത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ വികാരശക്തി അസാധാരണമായി ഉയരുകയാണ് ചെയ്യുന്നത്. ഈ സിനിമ ഏറെ ജനപ്രിയമായതുപോലെ ചില ചരിത്രകാരന്മാരുടെ വിമർശനവും ഏറ്റുവാങ്ങി. യഥാർത്ഥ നാസി തടങ്കൽ പാളയങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കണക്കിലെടുത്താൽ ബ്രൂണോയും ഷ്മുവേലും ഇത്ര എളുപ്പത്തിൽ കണ്ടുമുട്ടുക യഥാർത്ഥത്തിൽ ഏറെ അസാധ്യമാണ് എന്നൊക്കെ ചില ഗവേഷകർ ചൂണ്ടിക്കാട്ടി. ഹോളോകോസ്റ്റിൻ്റെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധ്യതയുണ്ടെന്നും ചിലർ വിമർശിച്ചു. ദ ബോയ് ഇൻ ദ സ്ട്രിപ്പഡ് പൈജാമാസ് ഹോളോകോസ്റ്റിനെ കുറിച്ചുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കാണുന്ന ചിത്രങ്ങളിലൊന്നായി മാറി. ലോകമെമ്പാടുമുള്ള അധ്യാപകർ യുദ്ധം, വർഗീയത, വിവേചനം, മനുഷ്യാവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഈ സിനിമ ഉപയോഗിച്ചു. കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ ചരിത്രം പറയുക എന്ന രീതിയെ ജനപ്രിയമാക്കുന്നതിലും ഈ ചിത്രത്തിന് ശ്രദ്ധേയമായ പങ്കുണ്ട്. അതേസമയം ചരിത്രപരമായ കൃത്യതയും കലാപരമായ സ്വാതന്ത്ര്യവും തമ്മിലുള്ള അതിർത്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഈ സിനിമ പുതിയ ഊർജം നൽകി. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും വർഗീയ വിദ്വേഷവും അഭയാർത്ഥി പ്രശ്നങ്ങളും തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ പോലും ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം സാഹചര്യത്തിൽ ഈ സിനിമ ഒരു ലളിതമായ ചോദ്യം ചോദിക്കുന്നു: കുട്ടികൾ ജനിക്കുമ്പോൾ വെറുപ്പ് പഠിച്ചിട്ടാണോ ജനിക്കുന്നത്? അല്ല, വെറുക്കാൻ അവരെ പഠിപ്പിക്കുകയാണ്. ആ തിരിച്ചറിവാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സന്ദേശം.